പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. പ്രഭാഷകൻ 34-16 വിശുദ്ധ അൽഫോൻസ് ലിഗോരി സ്ഥാപിച്ച സന്യാസ സഭയിലെ തുണ സഹോദരനായ ജെറാർഡ്. അദ്ദേഹത്തിന് ഒരവിഹിത ബന്ധമുണ്ടെന്ന് ഒരു സ്ത്രീ അൽഫോൻസ് ലിഗോരിയോട് പരാതിപ്പെട്ടു. അദ്ദേഹം ജെറാർഡിനെ ചോദ്യം ചെയ്തു. മൗനമായിരുന്നു ഉത്തരം. വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ നിന്ന് ജെറാർഡിനെ അൽഫോൻസ് മുടക്കി. ദുഃഖമുണ്ടെങ്കിലും ഈശോ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടല്ലോ എന്ന് ജെറാർഡ് ആശ്വസിച്ചു. ആ സ്ത്രീ മരണാസന്നയായി. ഇതിന് കാരണം തൻ്റെ പാപമാണെന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ തുറന്ന ഒരു കത്ത് അൽഫോൻസിന് എഴുതി. ജെറാർഡ് നിരപരാധിയാണെന്നറിയിച്ചു. അൽഫോൻസ് ലിഗോരി വേഗം ജെറാർഡിനെ വിളിച്ചിട്ട് എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ജെറാർഡ് പറഞ്ഞു, ഒരു വിശുദ്ധനാകാൻ ലഭിച്ച അവസരം നഷ്ടപ്പെടുത്തേണ്ട എന്ന് കരുതി. അദ്ദേഹമാണ് വലിയൊരു വിശുദ്ധനായി തീർന്ന വിശുദ്ധ ജെറാർഡ് മജല്ല. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടില്ലേ? നമ്മെ തന്നെ നീതീകരിക്കുകയല്ല, ദൈവ തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാൻ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഇതിനുള്ള കൃപ ദൈവം പ്രദാനം ചെയ്യാൻ ഈ സന്ദേശം സഹായകമാകട്ടെ. മനുഷ്യരുടെ മുന്നിൽ നമ്മെ തന്നെ നീതീകരിക്കാൻ ശ്രമിക്കേണ്ട, അത് ചെയ്യുന്നത് ദൈവമായിരിക്കും. കൃപ നിറഞ്ഞ ഒരു ജീവിതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ആമേൻ.